നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും ചിക്കൻ മന്തി കടയിൽ പോയി വീടുകളിലൊക്കെ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു ഐറ്റം കൂടെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫാനായിട്ട് മാറും. അപ്പോൾ ഇത് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് മന്തിയാണ്. അപ്പോൾ ചിക്കൻ മന്തി തയ്യാറാക്കുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് ബീഫ് ആവശ്യമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം ബീഫ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ല വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ കുറച്ചുകൂടെ വലിപ്പം കൂടിയാലും കുഴപ്പമില്ല, ഇതിൽ തീരെ കുറയാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒട്ടും ഇല്ലാതെ ഒരു പാത്രത്തിലേക്ക് എടുത്തതാണ്. ഇനി ഇത് ഞാൻ നേരെ കുക്കറിലേക്ക് മാറ്റുവാണ്. നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബീഫ് എടുത്ത് കുക്കറിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് മന്തി മസാല ഉണ്ടല്ലോ. അപ്പം നമ്മൾ എല്ലാവർക്കും മന്തി മസാല തയ്യാറാക്കാൻ അറിയാം. ഇല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചിക്കൻ മന്തിയുടെ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ മസാല പൊടിച്ചെടുക്കുന്നത് തൊട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് വെറുതെ ആഡ് ചെയ്ത് ഒരുപാട് ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഓൾ സ്പൈസസുകളെല്ലാം ചേർത്ത് അതിൻ്റെ കൂടെ മല്ലിയും വറ്റൽമുളകൊക്കെ കൂടെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളൊരു മസാലയാണിത്. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ വരെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിയില പുതിനയില ഇത്രയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണോ ഇല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി സൺഫ്ലവർ ആണ് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊഴിച്ച് കൊടുക്കുക, അല്ല ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു 2 സ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഓരോ കുക്കറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ബീഫിൻ്റെ വേവ്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ മല്ലി, ബേ ലീഫ്, ഏലക്ക തുടങ്ങിയ സ്പൈസസുകളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഓയിലും ഒരു മാഗി ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ മറന്നുപോയിട്ട് പിന്നീടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും ഒരു 1/4 സ്പൂൺ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാകണം. അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മന്തി റൈസാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ വരെ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിന് ശേഷം വെള്ളം ഒട്ടും ഇല്ലാതെ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിപ്പോൾ ഒരു 90% കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കാവുന്നതാണ്. ആ സമയം കൊണ്ട് നമ്മളുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെ നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് കുക്കായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതന്ന് കറക്റ്റ് കുക്കായി റെഡിയായി എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഓയിൽ ഇതുപോലെ കോരി മാറ്റുവാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ഫാറ്റും ഓയിലും എല്ലാം കുറച്ച് നമ്മളൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. ഇനി നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റൈസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ റൈസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് തിക്കി റൈസ് ഇട്ട് കൊടുക്കരുത്. അപ്പം ഞാനിവിടെ ഒരു പകുതി റൈസോളം ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ക്യാപ്സിക്കോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ബാക്കിയുള്ള റൈസും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ റൈസ് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഓയിലും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നുണ്ട്. സ്റ്റീമെല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീഫ് മന്തി റെഡിയായി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ എടുക്കുക. വളരെ സിമ്പിളായിട്ടും ഒത്തിരി ഐറ്റംസ് ഒന്നും ചേർക്കാതെയൊക്കെ നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ബീഫ് മന്തി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ചിക്കൻ മന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ഇത് മതി എന്ന് പറയും. അപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞു, കാരണം ചിക്കൻ മന്തിയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളത് ബീഫ് മന്തിയാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നോക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.